ശ്രീ എം എ ബേബി, അതായത് ഞങ്ങൾ കഴിഞ്ഞ മണിക്കൂറുകളിൽ ഒരുപക്ഷെ ഈ രാഷ്ട്രീയം ഡൽഹി രാഷ്ട്രീയത്തിനും ദേശീയ രാഷ്ട്രീയത്തിനും സൃഷ്ടിച്ചേക്കാവുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ച് പറഞ്ഞിരുന്നു. അതിനിടയിൽ ഒരുപക്ഷെ മോഡിയുടെ ക്യാമ്പിൽ ഉണ്ട് എന്ന് കരുതുന്ന ശിവസേന പോലും ശക്തമായ പ്രസ്താവനകളായി രംഗത്ത് വരുന്നുണ്ട്. താങ്കൾ ശ്രദ്ധിച്ചു കാണും. അതായത് നിതീഷ് കുമാറിനെ ഹീറോ ആയിട്ടാണ് ശിവസേന വാഴ്ത്തിയിരിക്കുന്നത്. രണ്ട്, ഇത് മോഡിക്ക് വ്യക്തിപരമായി കിട്ടിയ ആഘാതമെന്നാണ് ശിവസേന ഔപചാരികമായിട്ട് പ്രതികരിച്ചിരിക്കുന്നത്. എൻ്റെ ഒരു ചോദ്യം, ഇനി ഒരുപക്ഷെ ഡൽഹി രാഷ്ട്രീയത്തിൽ പ്രകടമായിട്ട് ആദ്യം കാണാൻ പോകുന്നൊരു കാര്യം, അത് പാർലമെൻറ്റിലാണ്. ഒരുപക്ഷെ പ്രേമേന്ദ്രൻ ഇവിടെ ഇരിപ്പുണ്ട്. പാർലമെൻറ്റിലാണ് ഇതിൻ്റെ ഒരു എന്താ പറയുക പ്രതിഫലനം ആദ്യം അലയടിക്കാൻ പോകുന്നത്. അത് നിയമനിർമ്മാണങ്ങളുണ്ട്, ഒരുപാട് ലെജിസ്ലേഷൻസ് ഉണ്ട്. മോഡി പാർലമെൻറ്റിനെ മൈൻഡ് ചെയ്യാറില്ലെന്നുള്ള പരാതിയുണ്ട്. രാജ്യസഭയിൽ ഭൂരിപക്ഷമില്ല. നിലവിലുള്ള ന്യൂനപക്ഷാവസ്ഥയ്ക്ക് യാതൊരു മാറ്റം കുറിക്കാൻ ബീഹാർ പര്യാപ്തമാകില്ല. എങ്ങനെയാണ് പെട്ടെന്ന് ക്വിക്കായിട്ട് താങ്കൾ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ എന്താ സംഭവിക്കാൻ പോകുന്നത്? യഥാർത്ഥത്തിൽ ബീഹാർ തെരഞ്ഞെടുപ്പ് ഫലം സംഘപരിവാറിനും നരേന്ദ്രമോദിക്കും അവർ മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുന്ന പ്രവർത്തന ശൈലിക്കുമേറ്റിട്ടുള്ള ഒരു പ്രഹരമാണെന്നുള്ളതിനകത്ത് യാതൊരു സംശയമില്ല. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കാതെ പോകരുത്, ഇതുപോലൊരു പ്രഹരം മുമ്പേറ്റു. അത് ഇന്ത്യയിലെ കർഷകരെ മുഴുവൻ ഉത്കണ്ഠപ്പെടുത്തിയ, കർഷക സംഘടനകളെ മുഴുവൻ സമരരംഗത്തേക്ക് കൊണ്ടുവന്ന ഭൂമി ഏറ്റെടുക്കൽ നിയമത്തിലെ ഭേദഗതിയാണ്. അത് കർഷകരെ നടത്തിയിട്ടുള്ള ഉഗ്രമായ ഒരു പ്രസ്ഥാനത്തെയും പ്രക്ഷോഭത്തെയും തുടർന്ന് ആ ഭൂമി ഏറ്റെടുക്കൽ നിയമവുമായി ഞങ്ങൾ ഇനി മുന്നോട്ട് പോവില്ല എന്ന് മോഡി സർക്കാരിന് പ്രഖ്യാപിക്കേണ്ടി വന്നു. അപ്പോൾ ഇതിനെ ഞാൻ കൂട്ടി വായിക്കുകയാണ്. ജനവിരുദ്ധമായ പല നയങ്ങളും പാർലമെന്റിലുള്ള ഭൂരിപക്ഷം ഉപയോഗിച്ചുകൊണ്ട് നടപ്പാക്കാൻ മോഡിയും കൂട്ടും നടത്തിയിട്ടുള്ള ശ്രമമുണ്ട്. പിന്നെ വ്യത്യസ്ത അഭിപ്രായങ്ങളെ വെടിവെച്ച് വീഴ്ത്തുന്ന ഈ വർഗീയ ശക്തികളുടെ അഴിഞ്ഞാട്ടം ഇന്ത്യയെ വളരെയധികം വേദനിപ്പിച്ചതാണ്. അതിനെതിരായിട്ടുള്ള ഒരു വിധിയെഴുത്തായിട്ടാണ് ബീഹാറിനെ കാണേണ്ടത്. കേരളത്തിലെ, പ്രത്യേകിച്ച് കേരളത്തിലെ താങ്കളുടെ പാർട്ടിയിൽപ്പെട്ടവർക്കും അതുപോലെ ഇടതുപക്ഷക്കാരുമെല്ലാം ശ്രദ്ധാപൂർവം നോക്കുന്ന ഒരു കാര്യം എന്താണ് അവിടുത്തെ ഇടതുപക്ഷ പാർട്ടികളുടെ പെർഫോമൻസ് എന്നതാണ്. നേരത്തെ CPIML ഒരു സീറ്റ് ലീഡ് ചെയ്തിരുന്നു. എന്താണ് ഇടതുപക്ഷ പാർട്ടികൾക്ക് പെർഫോമൻസിനെ പറ്റി എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? ഇടതുപക്ഷ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം നരേന്ദ്രമോദി ഒരു ഭാഗത്ത് നടന്ന പ്രചരണം, നരേന്ദ്രമോദിയെ എതിർക്കാൻ വേണ്ടി മതേതര പാർട്ടികളുടെ വിശാലമായൊരു കൂട്ടുകെട്ട് ജനങ്ങളുടെ മുമ്പിൽ വെക്കുന്ന ഒരു പരിപാടി, രണ്ടിൽ നിന്നും വ്യത്യസ്തമായി തൊഴിലാളികളുടെയും കൃഷിക്കാരുടെയും ജനങ്ങളുടെയും പ്രശ്നങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് ഒരു ഇടതുപക്ഷത്തിൻ്റെതായ കൂട്ടായ്മ, ഒരു വേദി അതുണ്ടാക്കാനാണ് ഇടതുപക്ഷം അവിടെ ശ്രമിച്ചത്. ഇടതുപക്ഷം ബീഹാർ രാഷ്ട്രീയത്തിൽ വളരെ ദുർബലമായ ഒരു രാഷ്ട്രീയ ശക്തിയാണ്. പക്ഷെ ആ ദൗർബല്യമുണ്ടെങ്കിലും ഇടതുപക്ഷം ഇവിടെയുണ്ട്, ഇടതുപക്ഷത്തിന് വ്യത്യസ്തമായ ചില നിലപാടുകളുണ്ട് എന്നുള്ളത് ജനങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ CPM-ഉം CPI-യും CPIML-ഉം ഫോർവേഡ് ബ്ലോക്കും RSPയും അതുപോലെ തന്നെ SUCI കമ്മ്യൂണിസ്റ്റും, ഈ 6 പാർട്ടികൾ ചേർന്നിട്ടുള്ള ഒരു കൂട്ടായ്മയുണ്ടായിരുന്നു. ഞങ്ങൾക്ക് അക്കൗണ്ട് തുറക്കാൻ കഴിയും എന്നുള്ളതിനെ കുറിച്ചൊന്നും വലിയ പ്രതീക്ഷ ഞങ്ങൾക്കുണ്ടായിരുന്നില്ല. CPIക്ക് ഒരു സീറ്റ് ഉണ്ടായിരുന്നു. അവിടെ CPI ലീഡ് ചെയ്യുന്നതായിട്ടല്ല വാർത്തയുള്ളത്. CPIML-ന് കുറച്ച് സ്വാധീനം ബീഹാറിൽ ചില പോക്കറ്റുകളിലുണ്ട്. പക്ഷേ മോഡിക്ക് അനുകൂലമായും മോഡിക്കെതിരായിട്ടുമുള്ള ഈ വലിയ ചേരിതിരിവുകൾക്കിടയിൽ ഇടതുപക്ഷത്തിന് ബീഹാർ തെരഞ്ഞെടുപ്പിൽ കാര്യമായ ഒരു സാന്നിധ്യം അറിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഇതുവരെയുള്ള റിപ്പോർട്ടുകളിൽ നിന്ന്. മാത്യു, എന്താണ് ആരോടാ ചോദ്യം? ബേബിയോട് മാത്യുവിന് ചോദിക്കാനുണ്ട്. ഇന്നലത്തെ ഇടതുപക്ഷ നേതാക്കളുടെ പ്രതികരണമടക്കം BJPയെയും RSSന്റെയും വർഗീയ അജണ്ട തടയാൻ എന്ത് വില കൊടുത്ത് മുമ്പിൽ നിൽക്കുന്നത് CPM-ഉം ഇടതുപക്ഷങ്ങളുമാണ് എന്നുള്ള നിലയിലാണ് ഇന്നലത്തെ അവരുടെ വിജയത്തെ അവർ വരച്ചു കാണിച്ചത്. ബീഹാർ പോലെ ഇത്ര സെൻസിറ്റീവായിട്ടുള്ള ദേശീയ തലത്തിൽ ഇത്ര നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പ് മോഡിയുടെ അപ്രമാദിത്വം നിലനിർത്താൻ വേണ്ടി പരിശ്രമിക്കുമ്പോൾ ഒരു വിശാല സഖ്യത്തെ എല്ലാ RJD പോലും, ലല്ലു പ്രസാദ് യാദവ് പോലും
ആ ഒരു മതേതരത്തിന് ശക്തി പകരാൻ നിന്നപ്പോൾ ഇടതുപക്ഷങ്ങൾ ഒരു ഐഡിയോളജിക്കൽ സോൾഡാരിറ്റി പോലും, ഞാൻ പറഞ്ഞപ്പോൾ ഇടതുപക്ഷങ്ങൾക്ക് അവിടെ സംഘടനാ ശക്തി ഉണ്ടായിട്ടല്ല, വി എക്സ്പെക്ടഡ് ഐഡിയോളജിക്കൽ സോൾഡാരിറ്റി ഫ്രം ലെഫ്റ്റ്. അതിന് ഒത്തിരി മാനങ്ങൾ ഉണ്ടായിരുന്നു. അത് ചെയ്യാതിരുന്നത് ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ഒരു തെറ്റായി പോയി എന്ന് തോന്നലുണ്ടോ? ബേബി, ഇടതുപക്ഷത്തെ പോലെ മോഡിയെയും BJP-യെയും സംഘപരിവാറിനെയും ഇപ്പൊ നടന്ന ബീഹാർ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന്റെ എല്ലാ വേദികളിലും ഞങ്ങൾ ആഞ്ഞടിച്ചത് മോഡിയുടെ നിലപാടിനെതിരായിട്ടാണ്, BJP-യുടെ നിലപാടിനെതിരായിട്ടാണ്. അതിനേക്കാൾ വലിയ പ്രത്യയശാസ്ത്രപരമായ എന്ത് ഐക്യദാർഢ്യമാണ് ഞങ്ങൾ പ്രകടിപ്പിക്കാനുള്ളത്? സംഘപരിവാറിനെ പ്രത്യയശാസ്ത്രപരമായും രാഷ്ട്രീയമായും എതിർക്കുന്നത് ഞങ്ങൾ മാത്രമല്ലേ? കോൺഗ്രസിന്റെ മൃദു ഹിന്ദുത്വമാണല്ലോ കോൺഗ്രസിനെ ഉത്തരേന്ത്യയിൽ ഈ തകർച്ചയിലേക്ക് നയിച്ചത്. ഇപ്പൊ ബീഹാറിൽ തന്നെ BJP 3-ാം സ്ഥാനത്ത് പോയി. 1-ാം സ്ഥാനത്ത് നിതീഷും 2-ാം സ്ഥാനത്ത് ലാലു പ്രസാദ് യാദവുമാണ്. 3-ാം സ്ഥാനത്ത് BJP വന്നിട്ട് കോൺഗ്രസ് അവിടെ 4-ാം സ്ഥാനത്താണ്. കോൺഗ്രസ് ഒറ്റയ്ക്ക് ഭരിച്ചിരുന്ന സംസ്ഥാനമാണ് ബീഹാർ. എങ്ങനെയാണ് ബീഹാറിൽ ഇത്ര വലിയ തകർച്ച കോൺഗ്രസിനുണ്ടായത് എന്നെ സുഹൃത്ത് ശ്രീ മാത്യു ആലോചിക്കും. കുറച്ചും കൂടെ രാഷ്ട്രീയമായി വർഗീയതയ്ക്കെതിരായിട്ടുള്ള ഉറച്ച നിലപാടെടുക്കണം. പ്രേമേന്ദ്രൻ, എനിക്കൊരു ചോദ്യം. ശ്രീ TVR ഷണായി പറയുന്നതും ശ്രീ KVS പറഞ്ഞതും തമ്മിൽ കുറച്ച് വൈരുദ്ധ്യമുണ്ട്. KVS എനിക്ക് തോന്നുന്നു ഷണായി സാറിനേക്കാൾ കൂടുതൽ സൂക്ഷ്മമായിട്ട് അതിൽ ഇടപെടുന്ന ഒരാളായതുകൊണ്ടാണ് ഞാൻ KVS പറഞ്ഞത്. എനിക്കൊരു കാര്യം ചേർക്കാനുണ്ട്. അദ്ദേഹം ആദ്യം പറഞ്ഞോട് ആരോട്? ഷണായി സാർ പറഞ്ഞല്ലോ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നത് ചില ഇപ്പോൾ വിവിധ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്ക് ഓരോ അജണ്ടയുണ്ട്. ഇപ്പോൾ വിശ്വഹിന്ദു പരിഷത്തിൻ്റെ അജണ്ടയല്ല ക്ഷേത്ര സംരക്ഷണ സമിതിക്ക്, വിദ്യാർത്ഥി പരിഷത്തിനുള്ളത്, BMS-നുള്ളത്. വിശ്വഹിന്ദു പരിഷത്തിൻ്റെ അജണ്ടയുമായിട്ട് മുന്നോട്ട് പോയേ പറ്റുള്ളൂ. അവർ ആ ഒരു ലൈൻ തന്നെ അവരെടുത്തുകൊണ്ടിരിക്കും. അതാണ് RSSന്റെ പരിവാർ സംഘടനകളിൽ കാണുന്ന ഒരു ചിത്രം. KVS, പക്ഷേ ഒരു കാര്യം, ഒരു രാജ്യം ഭരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി BJP ആണെന്നിരിക്കെ ഈ പറഞ്ഞ ഒരു സ്വതന്ത്രമായ ഫെഡറൽ സംവിധാനത്തിന് മാറ്റമുണ്ടാവും. എന്താണ് പ്രേമേന്ദ്രൻ, താങ്കൾ KVS-നോട് യോജിക്കുന്നോ? പറഞ്ഞോളൂ. UP-യിലെ ഈ പശു പ്രശ്നം ഉന്നയിച്ച സന്യാസി 5 തവണ തുടർച്ചയായിട്ട് MP ആയ ഒരാളാണ്. അയാളെ തള്ളിക്കളയണം എന്ന് പറയുമ്പോൾ അവരുടെ പാർട്ടി താല്പര്യത്തിന് ചിലപ്പോൾ മൗനം ആരംഭിച്ചെന്ന് വരും. അത് മാർക്സിസ്റ്റ് പാർട്ടി ആയാലും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ഒരു ഘട്ടത്തിൽ സഖാവ് കാന്തപുരത്തിനെല്ലാം കൊണ്ട് നടക്കും. അപ്പോൾ അതൊന്നും ഒരു കാര്യമില്ല, അപ്പം തള്ളി പറയില്ല. അപ്പോൾ താങ്കൾ പറഞ്ഞു വരുന്നത് പ്രേമേന്ദ്രൻ, ഞാൻ ഉദ്ദേശിച്ചത് KVS വളരെ കൃത്യമായിട്ട് ഒരു നിരീക്ഷിച്ച് പറയുന്നു. ഷാനായി സാർ പറഞ്ഞൊരു കാര്യം, ഈ രണ്ട് കാര്യങ്ങളെയും വെച്ചുകൊണ്ട് ഒരു പക്ഷേ താങ്കളുടെ മനസ്സിൽ വരുന്ന ഒരു നിരീക്ഷണം എന്തായിരിക്കും? രണ്ടുപേരും പറഞ്ഞതിൽ വസ്തുതയുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. സാർ പറഞ്ഞതിനെ സംബന്ധിച്ച് TVR ഷണായി സാർ പറഞ്ഞത് അവരെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതേപോലെ തുടരുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഗവൺമെൻറ്റിന് കൂടുതൽ പ്രതിലോമകരമായ പ്രത്യാഘാതങ്ങളെ നേരിടേണ്ടതായിട്ട് വരും. പക്ഷേ അത് അസാധ്യമാണ് എന്നാണ് പരോക്ഷമായി ശ്രീ KVS പറഞ്ഞു വെച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അവർക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള പ്രത്യേക അവകാശാധികാരങ്ങളിൽ നിക്ഷിപ്തമായിട്ടുള്ള സംഘടനകൾ ഒരു ഏകോപിത സ്വഭാവത്തിൻ്റെ പേരിൽ പൊതുവിഷയങ്ങളിൽ നിലപാടുകൾ സ്വീകരിക്കാൻ മാത്രമേ അതിനകത്ത് RSSന് പോലും അവകാശമുള്ളൂ അല്ലെങ്കിൽ അധികാരമുള്ളൂ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഈ സാക്ഷി മഹാരാജ്, നേരത്തെ രാജേട്ടനോട് സൂചിപ്പിച്ച സാക്ഷി മഹാരാജ്, അദ്ദേഹം ഉൾപ്പെടെയുള്ളവരുടെ വിലപ്പെട്ട സംഭാവനകളാണ് സത്യത്തിൽ ഈ ബീഹാർ തെരഞ്ഞെടുപ്പ്. ഇപ്പോൾ ഷാറൂഖ് ഖാൻ്റെ കാര്യത്തിൽ തന്നെ സത്യത്തിൽ എൻ്റെ അഭിപ്രായത്തിൽ ഇത് ഇന്ത്യയിലല്ല, ഇപ്പോൾ ബഹുമാനപ്പെട്ട രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി വരുന്ന ദിവസങ്ങളിൽ 12, 13 തീയതികളിൽ UK സന്ദർശിക്കുകയാണ്, ലണ്ടൻ സന്ദർശിക്കുകയാണ്. അപ്പോൾ ആഗോളതലത്തിൽ തന്നെ നമ്മുടെ രാജ്യത്ത് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന അസഹിഷ്ണുതയ്ക്കെതിരായിട്ടുള്ള ഒരു ജനവികാരമാണ് സത്യത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചത് എന്നുള്ളൊരു നിരീക്ഷണമാണ് ലോകത്ത് വരാൻ പോകുന്നത്. താങ്കളുടെ ചോദ്യം ഷണായി സാറിനോട് അല്ല, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അപ്പോൾ സ്വാഭാവികമായിട്ടും സാറിനായിരിക്കും അത് ഏറ്റവും കൂടുതൽ ഭംഗിയായി വിലയിരുത്താൻ കഴിയുന്നത്. കാരണം ഗ്രോയിങ് ഇൻടോളറൻസ്, അതാണ് സമകാലിക ഇന്ത്യയിൽ ഡിബേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അനുദിനം വർദ്ധിച്ചു വരുന്ന അസഹിഷ്ണുത, അത് ഉണ്ടെന്നും ഇല്ലെന്നും. ഇപ്പോൾ അനുപം ഖേറിൻ്റെ നേതൃത്വത്തിൽ തന്നെ ഒരു കൗണ്ടർ ക്യാമ്പയിൻ ഇന്ത്യയിൽ ആരംഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വെങ്കയ്യ നായിഡുവും അമിത്ഷായും ഉൾപ്പെടെയുള്ളവർ വളരെ വളരെ ഫലപ്രദമായി കൗണ്ടർ ചെയ്യുമ്പോൾ പോലും അതിൽ നിന്ന് വ്യത്യസ്തമാണ് രാജ്യത്തിൻ്റെ മുഖമെന്നുള്ളത് വളരെ വ്യക്തമാണ്. ഓക്കെ, ഷണായി സാർ, അതായത് ഇവിടെ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളായി വരുന്നത് താങ്കൾക്കൊക്കെ അറിയാവുന്ന നമ്മുടെ രാജേട്ടൻ, P. രാജൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ, അതുപോലെ തന്നെ KVS, NK പ്രേമചന്ദ്രൻ, നമ്മുടെ ലോക്സഭാംഗം, ഈ 3 പേരും പറഞ്ഞതിൽ വ്യത്യസ്തമായിട്ടുള്ള ഭാവതലങ്ങളുണ്ട്. പക്ഷേങ്കിൽ KVS-ഉം
പി രാജനും ഊന്നിയൊരു കാര്യം, ഒരു കാരണവശാലും ഒരുപക്ഷെ ഈ വൃഷ്ടിപ്രദേശത്തുള്ള ഈ ഫ്രിഞ്ച് എലമെൻസിനെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു സാഹചര്യം മോഡിക്ക് ഇനിയും ഉണ്ടാകാൻ സാധ്യതയില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, മോഡിയും അതുപോലെ അമിത്ഷായും ജെയ്റ്റ്ലിയും ഒക്കെയുള്ള ഒരു സംഘം കുറച്ചും കൂടി ഒരു ഭരണനിർവഹണത്തിന് ഊന്നൽ കൊടുത്തുകൊണ്ട് പ്രതിപക്ഷവുമായിട്ടൊരു കൺസെൻസസിൽ പോയിക്കൊണ്ട്, ഉദാഹരണം പറഞ്ഞാൽ ഇപ്പം പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് എത്രയോ മാസങ്ങളായി തുടരുന്ന ഒരു സമരമാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ചുകൂടി പ്രോആക്റ്റീവായിട്ടുള്ള ഒരു സ്റ്റാൻഡ് എടുക്കണ്ടേ? എൻ്റെ ചോദ്യത്തിന് 2 പാർട്ടാണുള്ളത്. ഒന്ന്, KVS പറഞ്ഞ കാര്യം. 2, ഒരു കൺസെൻസസിൻ്റെ പാത, ഒരു അനുരഞ്ജന പാത പ്രതിപക്ഷവുമായിട്ട് ഭരണനിർവഹണത്തിനെ മുൻനിർത്തി ഉണ്ടാക്കേണ്ടതിന് അനിവാര്യത. ഷണായി സാർ. ബ്രിട്ടാസ്, എനിക്കൊരു മിനിറ്റ് ആദ്യം അനുവദിക്കണം. ഇന്ത്യൻ ആത്മീയത ഇംഗ്ലീഷിൽ കൂടി പഠിച്ച ആളല്ല ഞാൻ. ഇംഗ്ലീഷിൽ തെറ്റായിട്ട് ഇപ്പോഴും നിങ്ങളെല്ലാവരും, ഇന്ത്യയുടെ പ്രസിഡന്റ് ഉൾപ്പെടെ, ടോളറൻസ് എന്നുള്ള ഒരു പദം ഉപയോഗിക്കുന്നു. സംസ്കൃതത്തിൽ ടോളറൻസ് എന്നൊരു പദമില്ല, ഭാഷയിലില്ല. My philosophy depends on respect and not tolerance. Tolerance is a bad word. It denotes condescending. നിങ്ങൾ എന്നെ ഉപദ്രവിച്ചാലും എൻ്റെ മഹാമനസ്കത കൊണ്ട് ഞാൻ അത് മറക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ദയവ് ചെയ്തിട്ട് താങ്കളോ സഹപ്രവർത്തകരോ ഉപയോഗിക്കുന്ന ടോളറൻസ് ഉള്ള പദത്തിന് മറുപടി കൊടുക്കാൻ ഞാനില്ല. പക്ഷേ റെസ്പെക്റ്റാണ് വേണ്ടത്. ഇത് മനസ്സിലാക്കാതെ നമ്മളവിടെ പറഞ്ഞ ഇതൊക്കെ കുറച്ചൊക്കെ ഞാൻ കേട്ടു. ദൈവത്തിട്ടൊന്ന് മനസ്സിലാക്കുക. പെർസുവേഷൻ ഈസ് പോസിബിൾ. യു ആർ വെൽക്കം ടു ഡു ഇറ്റ്, ബട്ട് ഡോണ്ട് ട്രൈ ടു പ്രഷർ. ഇവിടെ നടക്കുന്നത് ഈ ഫ്രിഞ്ച് എലമെൻറ്റ് പ്രഷറിലേക്ക് പോയതാണ്. അതേസമയം ബ്രിട്ടാസ് 1975 മുതൽ 77 വരെയുള്ള എമർജൻസിയിൽ ഞാൻ ഇവിടെ ജീവിച്ചിട്ടുണ്ട്. ദയവ് ചെയ്തിട്ട് ഈ ടോളറൻസിനെ കുറിച്ചുള്ള പ്രസംഗം ഇപ്പോൾ നടത്തുന്ന ആൾക്കാർ, അന്ന് മിസ്റ്റർ ബേബിക്ക് ഓർമ്മയുണ്ടാവും, CPI ഓൾസോ വാസ് എ പാർട്ട് ഓഫ് ദാറ്റ്. അതുപോലെ ഇൻ്റലക്ച്വൽ ലെവൽസിലും ധാരാളം ഇൻടോളറൻസ് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അത് BJPയുടെ സഹമായിട്ട് നടക്കുന്ന ചിലർ ചെയ്യുമ്പോൾ അത് ഇതിനു മുമ്പ് നടന്നിട്ടില്ല എന്നല്ല ഞാൻ പറയുന്നത്. അവരത് ചെയ്യരുത്. അത് നാടിനോ ഹിന്ദുത്വത്തിനോ ശരിയായിട്ടുള്ള കാര്യമല്ല എന്ന് മാത്രമാണ് ഞാൻ വാദിക്കുന്നത്. സേനയുടെ ഒരു ചോദ്യം ചോദിക്കാനുണ്ട്. സേന ഇവിടെ വളരെയധികം ആവർത്തിച്ച് പറയുന്ന ബഹുസ്വരത എന്നാണ്. അത് സംഘപരിവാറിനകത്ത് അനുവദിക്കാൻ പാടില്ലേ? എന്തടിസ്ഥാനത്തിലാണ് ഈ പറയണത്? അവർക്ക് വേണ്ടി ഉത്തരം പറയാൻ ഞാൻ അവർക്ക് വേണ്ടി ഉത്തരം പറയാൻ ഞാൻ ആളല്ല. ഞാൻ സംഘപരിവാറിന്റെ ആളല്ല. ബഹുസ്വരത എന്നൊക്കെ താങ്കൾ പറഞ്ഞത് ശരിയാണ്. എൻ്റെ രണ്ടാമത്തെ ചോദ്യം, മോഡിയുടെ ഭാഗത്ത് നിന്ന് പ്രോആക്റ്റീവായിട്ടുള്ള ഒരു കൺസെൻസസ് പ്രതിപക്ഷവുമായിട്ട് ഉണ്ടാകേണ്ടതില്ലേ? ഞാൻ ചില കാര്യങ്ങൾ ചോദിച്ചു. അതായത് പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ഉൾപ്പെടെയുള്ള സമരങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ, ഒരു ചർച്ച, ഒരു പക്ഷേ മോഡി താല്പര്യമെടുത്തിട്ട് ഇങ്ങനെയുള്ള ഒരു പക്ഷേ ഇറിറ്റേഷൻസ് ഒക്കെ ഒഴിവാക്കിയിട്ട് ഒരു കൺസെൻസസിൻ്റെ പാത ഉണ്ടാക്കണ്ടേ? താങ്കളുടെ അഭിപ്രായം എന്താണ്? എൻ്റെ അഭിപ്രായം, താങ്കൾ ചോദിച്ച ആ ചോദ്യത്തിന് താങ്കളോട് അനുകൂലിച്ചിട്ടാണ്. അതേസമയം അതിനൊക്കെ വളരെ പ്രാധാന്യമുള്ള, നാഷണൽ ഇമ്പോർട്ടൻസ് ഉള്ള, നേഷൻ്റെ വികസനത്തിന് അത്യാവശ്യമായിട്ടുള്ള GST ബില്ല് കൊണ്ടുവരുമ്പോൾ ആ ഒരു സഹിഷ്ണുതയെങ്കിലും പ്രതിപക്ഷവും കാണിക്കണ്ടേ? അത് കാണിക്കുന്നുണ്ടോ? എനിക്ക് തോന്നുന്നു താങ്കൾക്ക് ഒരു ഫോൺ വരുന്നുണ്ട്. നമുക്ക് ഒരുപക്ഷെ ഇതുവരെ നടന്നിട്ടുള്ള സംഭവവാസങ്ങളുടെ ഒരു രത്നച്ചുരുക്കം നമുക്ക് നൽകേണ്ടതുണ്ട്. നമ്മളൊക്കെ പ്രതീക്ഷിച്ചതുപോലെ തന്നെ, അല്ലെങ്കിൽ ആദ്യത്തെ 1 മണിക്കൂറിന് ശേഷം സംഭവിച്ചതുപോലെ വലിയൊരു മുന്നേറ്റം ബീഹാറിൽ നടന്നിരിക്കുന്നു. അതായത്
243-ൽ 242 സൂചകങ്ങൾ വരുമ്പോൾ 154 സീറ്റിൽ JDU സഖ്യം 155 ഞങ്ങളുടെ പട്ടികയിൽ, 158 വരെ ഞങ്ങൾ പോയിട്ടുണ്ട്. ഇത് വേറൊരു കണക്കാണ്. പക്ഷേ 160 അടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുന്നു. വളരെ പ്രകടമായിട്ടുള്ള ഒരു മേൽക്കൊയ്മ, ഒരുപക്ഷെ എല്ലാ പ്രവചനങ്ങളെയും അസ്ഥാനത്താക്കിക്കൊണ്ട് JDU മഹാസഖ്യം വലിയൊരു അതിനകത്ത് തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം RJD ആണ് മുന്നിൽ. RJDക്ക് 72 സീറ്റുകളിൽ ലീഡുണ്ട്, JDUവിന് 68 സീറ്റുകളിൽ ലീഡുണ്ട്, കോൺഗ്രസിന് 16 സീറ്റുകൾ. കോൺഗ്രസിന് 16 സീറ്റ്. ബാക്കി ഒരു സന്തോഷമുണ്ട്. എന്നാൽ കാരണം 4 സീറ്റിൽ നിന്ന് കോൺഗ്രസ് 16ലേക്ക് പോയി. പക്ഷെ ഒറ്റ കാര്യമുള്ളൂ, ലാലുവിൻ്റെ നിതീഷിൻ്റെ ചുമല വേണം അവിടെ നിൽക്കണമെങ്കിൽ. അല്ല, അതിപ്പോൾ ഞാൻ അംഗീകരിക്കാൻ നിവൃത്തിയില്ലല്ലോ. കാരണം ഇത് യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്നു കോൺഗ്രസിൻ്റെ പഴയ ഐഡിയോളജിക്കൽ ആൻഡ് ഇലക്ട്രൽ ബേസാണ് ഈ മഹാസഖ്യത്തിൽ ഇപ്പോൾ നമ്മൾ കാണുന്നത്. കാരണം ഇതിൻ്റെ അകത്ത് ഇപ്പോൾ കാലാകാലങ്ങളിൽ കോൺഗ്രസിനോടൊപ്പം നിന്ന EBC എന്ന് പറയുന്നവരെ ഒരു ഘട്ടത്തിൽ, യാദവാസിനെ ഒരു ഘട്ടത്തിൽ ലാലുവും അല്ലെങ്കിൽ ആ ഒരു സോഷ്യലിസ്റ്റ് മൂവ്മെന്റ് അടർത്തിക്കൊണ്ടുപോയി. അതിനുശേഷം നിതീഷിന്റെ ഒരു തമാശ വന്നിരിക്കുന്നത് വേണമെങ്കിൽ കാണാൻ വേണമെങ്കിൽ ഇത് ഒരു പക്ഷേ ഫേസ്ബുക്കിൽ നമ്മൾ പിൻ ചെയ്യുന്നതാണ്. പടക്കം പൊട്ടിക്കാനായി പാകിസ്ഥാനിലേക്ക് പോകാൻ ബീഹാറിൽ നിന്ന് ട്രെയിനിൽ വൻ തിക്കും തിരക്കും. ഇതാണ് KVS. എന്തായാലും നമ്മുടെ സാധാരണ ജനങ്ങളുടെ അത്രയും ഹ്യൂമർ, ഈ ഹ്യൂമർ കൈകാര്യം ചെയ്യുന്ന ആൾക്കാർക്ക് പോലുമില്ല. എന്താ കാരണം വെച്ചാൽ ബീഹാറിലെ ട്രെയിനിൻ്റെ തെക്കും തിരക്കുമാണ്. പക്ഷെ അത് ഒരുപക്ഷെ അമിത്ഷായ്ക്കുള്ളൊരു കൊട്ടലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ MA ബേബി കാണുന്നുണ്ടോ താങ്കൾ? അതായത് പാകിസ്ഥാനിലേക്ക് പോകാൻ ബീഹാറിൽ നിന്ന് ട്രെയിനിൽ വൻ തിക്കും തിരക്കും. ഡൽഹിയിൽ നിന്ന് വല്ല വണ്ടികൾ അങ്ങനെ പോകുന്നുണ്ടോ താങ്കളുടെ അഭിപ്രായത്തിൽ? പക്ഷേ MA ബേബി, താങ്കളെ ഞാനൊരു ചിത്രം കാണിച്ചു, താങ്കൾ കണ്ടോ? യഥാർത്ഥത്തിൽ എന്ത് കാര്യത്തിനും ഇല്ല, എനിക്ക് കാണാൻ ഇവിടെ കാണാനുള്ള സംവിധാനം ഇല്ല, ദൗർഭാഗ്യവശാൽ. അതായത് ബീഹാറിലെ തീവണ്ടികളിൽ വലിയ തിക്കും തിരക്കും. ആ പോയിന്റ് വളരെ പ്രസക്തമാണ്. ഒരാളെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഉടനെ നിങ്ങൾ പാകിസ്ഥാനിലേക്ക് പൊയ്ക്കോളൂ എന്നല്ലേ ഇപ്പൊ പറയുന്നത്. അനന്തമൂർത്തിക്ക് പാകിസ്ഥാനിലേക്ക് റിട്ടേൺ ടിക്കറ്റ് എല്ലാം എടുത്തു കൊടുത്തില്ലേ? അപ്പൊ നമ്മുടെ സമൂഹത്തിൽ ഒരു കാര്യത്തിൽ ഞാൻ ശ്രീ TVR ഷണായി സാറിനോട് യോജിക്കുകയാണ്. ഇൻടോളറൻസ് എന്ന വാക്കല്ല ഉപയോഗിക്കേണ്ടത്. അതിനെക്കുറിച്ച് അദ്ദേഹത്തിന്റെ നിരീക്ഷണത്തോട് ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുകയാണ്. ഡിസ്റെസ്പെക്ട് ടു ഡെമോക്രാറ്റിക് ഡിസ്കോഴ്സ് ആൻഡ് ഡിസ്റെസ്പെക്ട് ടു ഡെമോക്രാറ്റിക് ഡൈവേർജൻസ്, അതാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അനാവശ്യമായി പാകിസ്ഥാനെ എല്ലാ കാര്യത്തിലും വലിച്ചിഴയ്ക്കുന്ന, പശുവിനെ മുഖ്യ ചർച്ചാ വിഷയമാക്കുന്ന, ഇങ്ങനെ പോയാൽ മത്സ്യാവതാരത്തെക്കുറിച്ച് ഒരിക്കൽ പറഞ്ഞതാണ്, മത്സ്യം കഴിക്കാൻ പറ്റില്ല. കാര്യം മഹാവിഷ്ണുവിന്റെ അവതാരങ്ങളിലൊന്ന് മത്സ്യമാണ്. ഓക്കെ, മത്സ്യം കഴിക്കാതെ താങ്കളുടെ ജീവിതം വളരെ ദുഷ്കരമാകുമെന്നുള്ളത് എനിക്കറിയാം. എന്ന കാരണത്തിൽ അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം മത്സ്യമാണ്. MA ബേബിക്ക് ഷേണായി സാറിന്റെ ജീവിതവും ദുഷ്കരമാവും. ഷേണായി സാർ, മത്സ്യ അവതാരത്തെ നിരോധിക്കുകയാണെങ്കിൽ താങ്കളുടെ ജീവിതവും MA ബേബിയുടെ ജീവിതം പോകുന്നതിന് ദുഷ്കരമാകുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഞാൻ വിശ്വസിക്കുന്നത് വെജിറ്റബിൾസിലും ജീവനുണ്ടെന്നാണ്. അപ്പൊ ഒന്നും കഴിക്കാൻ പറ്റതാവും. എനിവേ MA ബേബി ഒരു പക്ഷേ കേരള രാഷ്ട്രീയം കൊണ്ടത് കൂട്ടിയിടക്കാണ്. വേണമെങ്കിൽ ഷണായി സാറിനും വേണമെങ്കിൽ MA ബേബിക്കും ഇവിടെ ഇരിക്കുന്നവർക്കും കമന്റ് ചെയ്യാം. ശ്രീ MB വീരേന്ദ്രകുമാറിന്റെ ഒരു പ്രതികരണം വന്നിരിക്കുന്നു JDUയുടെ. അദ്ദേഹം ബീഹാറിൽ പോയി ക്യാമ്പയിൻ ചെയ്ത ആളാണ്. പക്ഷെ അദ്ദേഹം ഊന്നൽ കൊടുത്തത് കേരളത്തിലാണ്. കേരളത്തിൽ UDFൻ്റേത് കനത്ത തോൽവിയാണ്, അതിന് മറയിടാൻ ആർക്കും കഴിയില്ല. പ്രേമേന്ദ്രൻ കേൾക്കുന്നുണ്ടോ? കൃത്യമായിട്ട് ഇതുപോലൊരു പ്രസ്താവന RSPയിൽ നിന്നും ഞങ്ങൾ കാതോർക്കുന്നുണ്ട് വൈകാതെ. അതെ, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് VM സുധീരിൽ നിന്ന്. ബീഹാറിനിടയ്ക്ക് ഓണത്തിനിടയ്ക്ക് പൊട്ടിക്കച്ചവടം ചോദിച്ചേക്കാം, പക്ഷേ ഇത് ടെലിവിഷൻ ചാനലായി പോയി എല്ലാ തരത്തിലുള്ള പ്രേക്ഷകരെ നമുക്ക് തൃപ്തിപ്പെടുത്തണം. പരാജയ കാരണത്തിൽ ഒന്ന് ഭരണ വിലയിരുത്തലുമാണ്. അതായത് വിലയിരുത്താൻ പോകുന്ന കാര്യങ്ങളിൽ ഭരണ വീഴ്ചകളുമുണ്ട് എന്ന്. രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഇനി താങ്കൾക്ക് വേണമെങ്കിൽ ഈ സ്റ്റുഡിയോയിൽ ഇരിക്കുന്ന പ്രേമേന്ദ്രനോട് ഈ വീരേന്ദ്രകുമാറിൻ്റെ പ്രസ്താവനയെ മുൻനിർത്തി എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ ചോദിക്കാനുള്ള അവസരമുണ്ട്. അതിനുള്ള മാനസികാവസ്ഥയിലാണ് പ്രേമേന്ദ്രൻ ഇരിക്കുന്നത്. താങ്കളിലേക്ക് വരുന്നു MA ബേബി.
അല്ല, ഇതിപ്പോൾ നമ്മൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ഇടയാക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലം, ബീഹാർ തെരഞ്ഞെടുപ്പ് ഫലം നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഫലം കേരള രാഷ്ട്രീയത്തിൽ അതിൻ്റെതായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും എന്നുള്ളതിനകത്ത് യാതൊരു സംശയവുമില്ല. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, ഒരു സന്ദർഭത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിട്ടുപോയ ശ്രീ MP വീരേന്ദ്രകുമാർ നയിക്കുന്ന ജനതാദൾ വിഭാഗം, അതുപോലെ തന്നെ RSP ഇപ്പോൾ ബീഹാറിൽ ഇടതുപക്ഷ കൂട്ടായ്മയുടെ ഭാഗമായിട്ടാണ് മത്സരിച്ചത്. അപ്പം ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യം വിലയിരുത്തിക്കൊണ്ട്, കേരള രാഷ്ട്രീയ സാഹചര്യം വിലയിരുത്തിക്കൊണ്ട്, കേരളത്തിലെ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ശ്രീ വീരേന്ദ്രകുമാറിൻ്റെ പാർട്ടിക്കും അതുപോലെ തന്നെ എൻ്റെ സുഹൃത്ത് ശ്രീ പ്രേമേന്ദ്രൻ്റെ പാർട്ടിക്കുമുണ്ടായ കനത്ത തിരിച്ചടികൾ കണക്കിലെടുത്തുകൊണ്ട് ആ പാർട്ടികൾ ഒരു പുനരാലോചനയ്ക്ക് മുതിരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.